നമസ്കാരം. സുഭാഷിതം. പക്ഷീണാം ബലമാകാശം മത്സ്യാനാമുദകം ബലം ദുർബലസ്യ ബലം രാജാ ബാലാനാം രോദനം ബലം. ഇതിൻ്റെ അർത്ഥം, പക്ഷികൾക്ക് ആകാശമാണ് അവരുടെ ബലമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആകാശമാകുന്നു. മത്സ്യങ്ങൾക്ക് വെള്ളം ആണ് അവരുടെ സംരക്ഷണ സ്ഥലം. അതായത് ബലമായ ഒരു ബലം ഉദ്ദേശിക്കുന്നത് അവരെ സംരക്ഷിക്കപ്പെടുന്ന അവരെ ആശ്രയിക്കുന്ന സ്ഥലം വെള്ളമാണ്. ബലഹീനന്മാർക്ക് അവരെ ആശ്രയിക്കുന്നത് രാജാവിനെ ആകുന്നു. കുട്ടികൾക്ക് ആശ്രയം കരച്ചിലാണ്, രോദനം, കരയുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ സാധിക്കാൻ വേണ്ടി സാധ്യതകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഓരോരോ അവസ്ഥകളും ഓരോ സംരംഭങ്ങളും ആണ് നമ്മൾ സുഭാഷിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷികൾ ആശ്രയിക്കുന്നത് വേറെങ്ങും അവർക്കൊരു ആശ്രയ കേന്ദ്രം വേറെ എങ്ങുമില്ല. ആകാശത്തിനപ്പുറം മറ്റൊന്നില്ല. മത്സ്യങ്ങൾക്ക് വേറെ എങ്ങും എവിടെയാണ്? അവരുടെ ഏറ്റവും ആഴമേറിയ വെള്ളം, അതാണ് സമുദ്രം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏറ്റവും ആഴമേറിയ വെള്ളമായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമായി യഥേഷ്ടം ജീവിക്കാം എന്നുള്ളതാണ്. പിന്നെ ബലഹീനരായ ആളുകൾക്ക് രാജാവാണ് അവരുടെ യഥാർത്ഥമായ ആശ്രയം, മറ്റാരുമില്ല. പിന്നെ പറയുന്നത് കുഞ്ഞുങ്ങൾ കരഞ്ഞു നേടുന്നില്ലേ? നമുക്കറിയാം, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുട്ടികൾ കരച്ചിലൂടെ അവർ കാര്യം സാധിക്കുന്നു. അപ്പോൾ അവരാശ്രയിക്കുന്നത് കരച്ചിലിനെയാണ്. കരയുന്ന ഒരു സമ്പ്രദായത്തെയാണ് അവരാശ്രയിച്ച് കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ നേടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം. നമസ്തേ.